my dear beautiful boys and beautiful girls. Everybody happy? I'm here, Joby Wailengal. ഇന്ന് നമ്മൾ സ്ഥിരമായിട്ട് കുട്ടികളിലും അതോടൊപ്പം തന്നെ മുതിർന്നവരും കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ ഫേസ് ആവാം, നമ്മുടെ കൈ ആവാം, കാലാവാം, അതല്ലെങ്കിൽ ബോഡിയിലെ പല പോർഷനാവാം. എന്നാൽ ഈ ഡ്രൈനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന ഡ്രൈനെസ്സിനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ റെമഡിയാണ്. എന്നാൽ നമ്മളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ ജോബി വയലങ്കൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം ആവശ്യമുള്ളത് ഒരു ആലുവേര ജെല്ല ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് കറ്റാർ വാഴയാണ്. ഈ കറ്റാർ വാഴയുടെ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു അകത്തുള്ള ഈ ഒരു ജെല്ല് മാത്രം എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ആലുവേരയുടെ ജെല്ല് വേണമെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാണ് കൂടുതൽ ഫ്രഷായിട്ട് നമുക്ക് ഉള്ളത്, അതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി എന്താണെങ്കിലും നമുക്ക് ഈ ജെല്ല് മാത്രം നമുക്ക് ഇതുപോലെ മാറ്റിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ശരിക്കും ഒന്ന് ഉടച്ചെടുക്കണം നമ്മുടെ ഈ ഒരു ജെല്ല്. അപ്പോൾ അത് ശരിക്കും ഉടച്ചെടുത്ത് കഴിയുമ്പോൾ സാധാരണ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കുന്ന തരത്തിലുള്ള നല്ല ഒരു ജെല്ലായിട്ട് നമുക്ക് കിട്ടും. നല്ല ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ശരിക്കും ഉടച്ച ശേഷം അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ആൽമണ്ട് ഓയിലാണ്. അതായത് ആൽമണ്ട് ഓയിൽ എന്ന് വെച്ചാൽ വളരെ തിക്കായിട്ടുള്ള ഓയിലാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ഈ ഒരു ഡ്രൈനെസ് മാറ്റാൻ വേണ്ടി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ആൽമണ്ട് ഓയിൽ. അപ്പോൾ നമുക്ക് 1 സ്പൂൺ ആൽമണ്ട് ഓയിൽ നമുക്ക് എടുക്കാം. 1 സ്പൂൺ ആൽമണ്ട് ഓയിൽ. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ ഇല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ നമുക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പവുമില്ല. പക്ഷേ കോക്കനട്ട് ഓയിലിനേക്കാളും എന്തുകൊണ്ടും നല്ലതും ഈ ആൽമണ്ട് ഓയിൽ മാത്രമാണ്. അപ്പോൾ ഓയിൽ ഒഴിച്ച ശേഷം ശരിക്കും ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. അതായത് ഇവിയോൺ 400 എന്ന ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂള് നമ്മുടെ സ്കിന്നിനെ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയും അതോടൊപ്പം തന്നെ സോഫ്റ്റ്നെസ് ആക്കാൻ വേണ്ടിയും ഒരുപാട് സഹായിക്കുന്നതാണ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂള്. സോ വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ 2 ക്യാപ്സൂൾ നമുക്ക് പൊട്ടിച്ച ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഒന്നുകൂടി ശരിക്കും മിക്സ് ചെയ്യാം. ഇനി ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഡ്രൈ സ്കിൻ എവിടെയൊക്കെയാണോ അവിടെയെങ്കിലും അപ്ലൈ ചെയ്യാം. സാധാരണ സത്യം പറഞ്ഞാൽ ഇത് തേച്ച ശേഷം വെളിയിൽ ഇറങ്ങാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അതായത് സൂര്യപ്രകാശം കൊള്ളാതിരിക്കുക. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന രാത്രി സമയങ്ങളായിരിക്കും. അപ്പോൾ രാത്രി സമയങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ദേഹത്ത് എവിടെയൊക്കെയാണോ ഡ്രൈ സ്കിന്നുള്ള അവിടങ്ങളിലൊക്കെ ശരിക്കും ഇതുപോലെ തേച്ച ശേഷം ശരിക്കും ഒന്ന് കൈകൊണ്ട് മസാജ് ചെയ്യുക. ഇത് നാച്ചുറലായിട്ടായതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലും സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകില്ല. നിങ്ങളുടെ സ്കിന്നും വളരെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ ഇതുപോലെ ശരിക്കും തേച്ച ശേഷം മസാജ് ചെയ്ത ശേഷം ഒരു 1/2 മണിക്കൂർ ഇതേപോലെ തന്നെ സൂക്ഷിക്കുക. 1/2 മണിക്കൂർ. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, ഈ വാഷ് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾ സോപ്പ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. സാധാരണ വെള്ളം ഉപയോഗിച്ച് മാത്രം വാഷ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ഒരു സോഫ്റ്റ്നെസ്, ഈ ഒരു എണ്ണയുടെ എല്ലാ ഗുണങ്ങളും നിങ്ങളുടെ സ്കിന്നിലേക്ക് ആഴ്ന്നിറങ്ങുള്ളൂ. അതുകൊണ്ട് സോപ്പ് ഒരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് നിങ്ങളുടെ സ്കിന്നിൻ്റെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മുഖത്തോ അതല്ലെങ്കിൽ ശരീരത്തെ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നുള്ളൂ. നല്ല ഒരു റിസൾട്ട് കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു മാർഗ്ഗത്തിലൂടെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റിയെടുക്കാവുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട് ഓയിലിന് പകരം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാവുന്നൊരു കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആൽമണ്ട് ഓയിൽ തന്നെയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ കണ്ടിന്യൂസ് ആയി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വളരെയധികം വ്യത്യാസം വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം ജോബി വയലങ്കൽ. അതുവരേക്കും ഷോപ്പ്. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ 3 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കൽ.